എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നതാണ് ഇന്നിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ കമ്പിത്തിരി കത്തിച്ച് തന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. മത്താപ്പൂ രണ്ടെണ്ണം കത്തിച്ചു. മത്താപ്പൂ രണ്ടെണ്ണം കത്തിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓടി മാറിക്കാനുണ്ടായത് കാര്യം നമുക്കറിയാം. ഇവിടെ നമ്മളിപ്പോൾ പുനൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് വാങ്ങിച്ച് ഇങ്ങനെ കത്തിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങ് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ വലിയ സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു വിഷ്വലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. മിക്ക സാധനങ്ങളും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. തറച്ചക്രമൊക്കെ കറങ്ങിയിട്ട് എന്തൊക്കെയോ തീ ഊതുന്നത് പോലെയായിരുന്നു, ഡ്രാഗനെ പോലെയായിരുന്നു അത് പെരുമാറിക്കൊണ്ടിരുന്നത്. അതുപോലെയൊക്കെ ഈ ഒരു ഐറ്റം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭയങ്കര വിഷ്വലൈസ്ഡ് ഐറ്റമാണ്. ഇത് നമുക്ക് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന കണ്ണ് നല്ല ഇറിറ്റേഷൻ ആവുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് കുറച്ച് നേരത്തേക്ക് പിന്നെ നമുക്ക് കണ്ണിലൊരു ഇരുട്ട് കയറുന്നത് പോലെ ആയിരിക്കും. പിന്നെ കാരണം അത്രയ്ക്കും വിഷ്വലാണ്. നിങ്ങൾക്ക് ഒരു ഫോണിലൂടെ എത്രത്തോളം അത് വിഷ്വലാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പിന്നെ തറച്ചക്രമൊക്കെ കണ്ടില്ലേ, തീ പാറി എറിയുവാണ്. ഇത് ഒരു ബട്ടർഫ്ലൈ എന്നാണ് പറഞ്ഞു തന്നത്. ഇത് ബട്ടർഫ്ലൈ, ഇത് കത്തുന്ന സമയത്ത് ബട്ടർഫ്ലൈ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇത് ചാടി പറന്നൊക്കെ പോകുന്ന ബട്ടർഫ്ലൈ ആണെന്നാണ് തോന്നുന്നത്. നമ്മളെ പിറകെ ഓടിച്ചിട്ട് വന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്തിനാണിത് ഇവർ ഉണ്ടാക്കിയതെന്നൊന്നും അറിയാൻ വയ്യ, നോക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഭയങ്കര വെട്ടവുമാണ്. എന്തിനാണെന്തോ സൗണ്ടും ഇല്ല, ഒരു ഉപയോഗമില്ലെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ എന്തിനാണിത് ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഏറ്റവും വലിയ അഡാർ ഐറ്റം ഇനി വരാൻ പോകുന്നതാണ് ഗൈസ്. അത് നമ്മളെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. തറച്ചക്രമൊക്കെ ഒന്നുമല്ല, തറച്ചക്രമൊക്കെ മാറി നിൽക്കും. അമ്മാതിരി ഒരു ഐറ്റമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ മത്തപ്പൂവും കാര്യങ്ങളെല്ലാം കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കമ്പിത്തിരിയിലോട്ട് പോയി. കമ്പിത്തിരി പിന്നെ ഇങ്ങനെ വരച്ച് കളിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് തീരുന്നില്ലായിരുന്നു ഗൈസ്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നീളമുള്ള സാധനമായിരുന്നു, അതുകൊണ്ട് തീരുന്നില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും അതൊരു സെയിം സാധനം തന്നെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തത്. അത് തീരുന്നില്ലായിരുന്നു. രണ്ടെണ്ണം തീരാൻ തന്നെ അത്യാവശ്യം 1 മിനിറ്റിൽ കൂടുതൽ സമയം അത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടെണ്ണം കത്തിച്ചു, ഒരെണ്ണം കത്തിച്ചു, മടുത്ത് ഇപ്പം നമ്മൾ 3എണ്ണത്തിലെത്തി. ലാസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് 3എണ്ണം കൂടെ ഒരുമിച്ച് വെച്ച് കാച്ചി. 3എണ്ണം നമുക്ക് നല്ലൊരു വിശ്വസിച്ച് തന്നെ തന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി വരുന്നതാണ് ഒരു അഡാർ ഐറ്റം. ഈ സാധനമാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതാണെങ്കിൽ അവർ പറഞ്ഞില്ല ഈ ബട്ടർഫ്ലൈ പറക്കുമെന്ന്. ഇത് പക്ഷേ ഇതാണ് ഗൈസ് പറക്കുന്ന ബട്ടർഫ്ലൈ. പറന്ന് നമ്മളെ പിറകെ വന്നില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോൾ നോക്കിയത് ഗൈസ്, ഇത് എയറിൽ കയറി പോകുന്നത് കാണാൻ പറ്റും. ഇത് നേരെ പറന്ന് മരത്തിൽ കയറി ഗൈസ്. ഭാഗ്യത്തിന് മരം കത്തിയില്ല. കത്തിയിരുന്നെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നേനെ. അപ്പോൾ ദീപാവലി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.